ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നന്ദുവിൻ്റെയും പിങ്കിയുടെയും നന്ദയുടെയും ഗൗതമിൻ്റെയും ഗൗരിയുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചു. നന്ദുവിൻ്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്, നന്ദുവിൻ്റെ ഇഷ്ടത്തിന് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് പിങ്കി നന്ദുവിനെയും കൊണ്ട് നന്ദയുടെ അടുത്തേക്ക് പോയതും നന്ദയെ കണ്ടതും നന്ദയുടെ ട്രെയിനിങ് നന്ദുവിന് കൊടുത്തതും ഒക്കെ. പക്ഷെ ഇതൊന്നും ഗൗതമിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഗൗതമിന് നന്ദുവിലോട്ട് അടുക്കുന്നത് ഒരിക്കലും ഗൗതമിന് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നതല്ല. അത് ഗൗതമിൻ്റെ ഉള്ളിലുള്ള വാശിയും ഈഗോയും എല്ലാം തന്നെയാണ്. പക്ഷേ ഗൗതമിൻ്റെ വാശിയും ഈഗോയും കാരണം ഇവിടെ നഷ്ടപ്പെടാൻ പോകുന്നത് നന്ദയുടെയും ഗൗരിയുടെയും ജീവിതത്തിലാണ്. അവരുടെ ജീവിതത്തിലാണ് ഒരു ദുരന്തം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തൊക്കെ ആയിരിക്കും ഇനി അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഗൗതമിൻ്റെ വാശി അവസാനം നന്ദുവിൻ്റെ ആ ഒരു സ്വപ്നങ്ങളും എല്ലാം തല്ലി തകർത്തപ്പോൾ നന്ദുവിൻ്റെ മനസ്സിലൊരു കാര്യം, എത്രയൊക്കെ നന്ദ പറഞ്ഞു കൊടുത്താലും എത്രയൊക്കെ ഗൗരി ഉപദേശിച്ചാലും നന്ദുവിൻ്റെ മനസ്സിൽ താനൊരു അനാഥനാണ്, തനിക്ക് വേറൊരു അമ്മയും അച്ഛനും ഉണ്ടെന്നുള്ള ഒരു കരട് വീണ് കഴിഞ്ഞു. അതൊരിക്കലും നന്ദുവിൻ്റെ മനസ്സിൽ നിന്നും എടുത്തു മാറ്റാനായിട്ട് പറ്റത്തില്ല. ആ ഒരു കാരണം തന്നെയാണ് ഗൗരി നന്ദുവിനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും നന്ദുവിൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ കണ്ടുപിടിച്ച് തരുമെന്ന്. തൻ്റെ അച്ഛനെയും അമ്മയും കണ്ടുപിടിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഗൗരി നന്ദുവിനൊപ്പം പോയത്. അങ്ങനെ നന്ദുവിനൊപ്പം ഗൗരി വന്നു. പുറത്ത് ആ ഒരു പ്ലഗ് കാർഡും പിടിച്ചുകൊണ്ട് ബോർഡിൽ ഞാൻ അനാഥനാണ്, എൻ്റെ അമ്മയും അച്ഛനെയും അറിയാമോ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയ പ്ലഗ് കാർഡും പിടിച്ചുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു പോകുവാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതം തോന്നി. കണ്ടോ, രണ്ട് കുഞ്ഞു കുട്ടികൾ ഈ ഒരു പ്ലഗ് കാർഡും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ്, ഇതെന്താ സംഭവം, അല്ലെങ്കിൽ ഇവരെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. അത് പ്രത്യേകിച്ച് അവിടെ അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്താണ് ഒരുപാട് എന്താ പറയുക, പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകുന്ന കുറ്റക്കാരൊക്കെ ഈ സമയങ്ങളിലാണ് ഏകദേശം കുറച്ചുകൂടി വരുന്നത്, അങ്ങനെ കൂടുന്നത്. അപ്പോൾ നന്ദുവും ഗൗരിയും കൂടി ഈ പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ട ഇവര് നേരെ ഗൗരിയോട് നന്ദുവിനോടും വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുവാണ്. നിങ്ങളുടെ അമ്മയും അച്ഛനെയും തിരയുന്നതാണോ, എനിക്കറിയാലോ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവരെയും കൂട്ടിക്കൊണ്ട് പോയി. എന്നിട്ട് ആരും ഇല്ലാത്ത സ്ഥലം നോക്കി രണ്ടുപേരെയും പിടിച്ച് കാറിൻ്റെ അകത്തിട്ട് പിള്ളേരെ തട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും അറിയാതെ ഗൗരിയെയും നന്ദുവിനെയും കാണാതെ നന്ദയും പിങ്കിയും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു, ഭയങ്കരമായിട്ട് വേദനിച്ചു. അവസാനം അവരെ ഒരുപാട് തിരഞ്ഞു, പക്ഷെ അവരെ രണ്ടുപേരെയും കാണാനില്ല. അപ്പോൾ നന്ദയ്ക്ക് അറിയാമായിരുന്നു ഗൗരി ഇങ്ങനെ ഒരു പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് പോകുന്ന കാര്യമൊക്കെ നന്ദയ്ക്ക് അറിയായിരുന്നു. ആ കാര്യം പിങ്കിയോട് നന്ദ പറയുകയും അങ്ങനെ അവർക്കൊപ്പം ഗൗതമും ഗൗരിയും പിങ്കിയും തേടി ഇറങ്ങി. ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു, ഒരിടത്തും കാണാനില്ല. അങ്ങനെയാണ് ഈ പൊങ്കാല നടക്കുന്ന ഒരു അമ്പലത്തിൽ പൊങ്കാല നടക്കുന്ന സ്ഥലത്തേക്ക് പിങ്കിയും നന്ദയും ഗൗതമും കൂടി എത്തിപ്പെടുന്നത്. അങ്ങനെ അവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ നോക്കിയിട്ടും ഒരിടത്തു നിന്നും ഗൗരിയെയോ നന്ദുവിനെയോ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാതെ നിൽക്കുന്ന സമയത്തും ഗൗതം നന്ദയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. നന്ദു തനിക്ക് നഷ്ടപ്പെടാൻ കാരണം നന്ദയാണെന്നാണ് ഗൗതം പറയുന്നത്. ആദ്യം തൻ്റെ മകനായ അഭിമന്യുവിനെ നീ തട്ടിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ തൻ്റെ മകനെ എൻ്റെ കയ്യിൽ നിന്നും നീ എടുത്തുകൊണ്ടുപോയി, എന്നിൽ നിന്നും അവനെ അകറ്റി, അവൻ മരിച്ചുപോയി. ഇപ്പോൾ എൻ്റെ മകനെയും കൂടി നീ തകർക്കാനായിട്ട് നോക്കുവാണോ, നീ മനഃപൂർവ്വം എൻ്റെ ജീവിതത്തിൽ വന്നത് ഒരുപാട് ദുരിതങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ദേഷ്യപ്പെട്ട് ഗൗതം നന്ദയോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ അവിടെ പിങ്കി ആവർത്തിച്ച് പറയുവാണ്, ഗൗതം അങ്ങനെയൊന്നും പറയരുത് ഗൗതം, ഞാനും കൂടി അറിഞ്ഞിട്ടാണ് നന്ദയെ കാണാനായിട്ട് നന്ദുവിനൊപ്പം ഇങ്ങോട്ടേക്ക് വന്നത്, അതുകൊണ്ട് നന്ദയെ മാത്രം കുറ്റപ്പെടുത്താതെ എന്നൊക്കെ പറഞ്ഞ് പിങ്കി മനസ്സിലാക്കുന്നുണ്ട്. പിങ്കിക്ക് കാര്യങ്ങൾ അറിയാം, ഏതാണെന്നൊക്കെ അറിയാം. പക്ഷേ ഗൗതമിൻ്റെ മനസ്സിൽ ഒന്നും ചിന്തിക്കാനായിട്ട് ഒരു ഇടം വരുത്താത്തത് ഗൗതമിൻ്റെ വാശിയും ദേഷ്യവും തന്നെയാണ്. അവസാനം ഈ ഒരു പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഗൗതം ഒരുപാട് കുറ്റപ്പെടുത്തി. പക്ഷെ നന്ദ പറയുന്നുണ്ട്, പിങ്കി നീ ഒന്നും പറയാൻ പോകണ്ട, അല്ലെങ്കിലും ഇങ്ങനെയാണ്, പണ്ട് തൊട്ടേ അങ്ങനെയാണല്ലോ, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാനായിട്ട് തയ്യാറാവത്തില്ലല്ലോ, അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞു. വീണ്ടും അവർ കുഞ്ഞുങ്ങളെ തിരഞ്ഞുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഓടുവാണ്. മാത്രമല്ല ഗൗതമിൻ്റെ പോലീസ് സേനകളും ഒക്കെ കുഞ്ഞുങ്ങളെ തേടി പിടിക്കാനായിട്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും പോലീസ് വ്യാപിച്ചിട്ടുണ്ട്.
പക്ഷേ ഈ സമയത്ത് നന്ദുവിനെയും ഗൗരിയും തട്ടിക്കൊണ്ടുപോയ കാറിൽ അവരെ രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ട്. അവസാനം നന്ദു ആ ഗുണ്ടകളുടെ കയ്യിൽ കടിച്ച് രക്ഷപ്പെട്ട് ഓടുവാണ്. അങ്ങനെ നന്ദുവും ഗൗരിയും ഒരുമിച്ച് രക്ഷപ്പെട്ട് ഓടി. അവർ ഒരുപാട് ഓടി 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 ഒരു സ്ഥലത്തേക്ക് എത്തി. പക്ഷെ പെട്ടെന്ന് ഈ ഒരു സ്ത്രീക്കൊപ്പം, ഈ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്ന സ്ത്രീക്കൊപ്പം 2 ആൺകുട്ടികളും കൂടി ഉണ്ടായിരുന്നു. അവർ ഓടി വന്ന് കുഞ്ഞുങ്ങളെ തട്ടിയെടുത്തു. പക്ഷേ നന്ദുവിനെ പിടിക്കാനായിട്ട് അവർക്ക് പറ്റിയില്ല. എന്നാൽ ഗൗരിയാണ് അവരുടെ കയ്യിൽ കിട്ടിയത്. ഗൗരിയെ പിടിച്ചുകൊണ്ട് ആ കാറിൽ കയറ്റി അവർ കൊണ്ടുപോകുകയാണ്. ഇതിനിടയിൽ നന്ദു രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും സാധിച്ചില്ല. എന്നാൽ ഇനി എന്ത് സംഭവിക്കാം? നന്ദുവിൻ്റെയും ഗൗരിയുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നന്ദയും പിങ്കിയും ഇങ്ങനൊരു തീരുമാനത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. പക്ഷേ അത് അവസാനം നന്ദയും പിങ്കിയും കുറ്റക്കാരാക്കി മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഗൗതമിന് വലിയൊരു തിരിച്ചടിയാണ്, ഒരു അപ്രതീക്ഷിത തിരിച്ചടി തന്നെയാണ് കിട്ടിയത്. ഗൗതമിൻ്റെ ഈ വാശിയും ഇങ്ങനെ ഒരു ദേഷ്യവും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനൊരു സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു. അതിൽ വലിയൊരു തിരിച്ചടിയാണ് ഗൗതമിന് കിട്ടിയിരിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക? തൻ്റെ മകളെ കണ്ടെത്താനായിട്ടും തൻ്റെ മകളെ രക്ഷിക്കാനായിട്ടും നന്ദയ്ക്ക് സാധിക്കുമോ? നന്ദയുടെ നിരപരാധിത്വം തെളിയുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ.